അവിടെയുള്ള മുനികളെല്ലാവരും തന്നെ ഭഗവാനെ തന്നെ കാത്തിരിക്കുകയാണ്. കാരണം അവിടെയുള്ള രാക്ഷസന്മാരുടെ ശല്യം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത പോലെയാണ്. അപ്പോൾ അങ്ങയായ ശ്രീരാമനെ നിങ്ങൾ കാത്തിരിക്കുകയാണ്. അതായത് അനന്തനായ ലക്ഷ്മണൻ്റെ കൂടെ ശംഖചക്രങ്ങളാണ് ഭരത ശത്രുഘ്നന്മാർ. നമ്മുടെ ലക്ഷ്മിയാണ് നമ്മുടെ സീതാദേവി. അവരെ കണ്ടുകൊണ്ട് നമ്മുടേതായ ദുഃഖങ്ങളൊക്കെ പറയാമെന്നുള്ള ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിരിക്കുന്ന സമയത്ത് ആണ് ഇപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണില്ല. അപ്പോൾ ശ്രീരാമദേവൻ പറയാണ്, അത് എന്തിനും വേണം ഒരു കാലം. ആ സമയം വന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ താമസിക്കാൻ പോവുകയാണ്. അത് താമസിച്ച് നമുക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു 13 വർഷക്കാലം അദ്ദേഹം ആ മുനികളുടെ കൂടെ താമസിച്ചു. ആ മുനികളുടെ കൂടെ താമസിച്ച് വീണ്ടും ആ കാട്ടിലുള്ളതായ വേണ്ട എല്ലാ ആളുകളെയും, അതുപോലെ തന്നെ സുധീഷ്ണ എന്ന് പറയുന്നുണ്ട്, നമ്മുടെ അഗസ്ത്യ മുനിയുടെ ശിഷ്യനാണ്. അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ആ സുധീഷ്ണ ആശ്രമത്തിലേക്ക് എത്താണ്. അങ്ങനെ സുധീഷ്ണൻ പറയാണ്, ഞാൻ എത്രത്തോളം കാത്തിരിക്കുകയാണ്, ഞാൻ അഗസ്ത്യമുനിയുടെ ശിഷ്യനാണ്, എനിക്ക് വേണ്ട എല്ലാം എനിക്ക് തന്നുകൊണ്ട് എന്നെ മോക്ഷം തരണം, എല്ലാവിധ കാര്യങ്ങളും അങ്ങിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ്ണൻ ആ ശ്രീരാമദേവൻ്റെ പാദങ്ങളിൽ വീണു. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസാകുലശിഷ്യസഞ്ജയപൂർണം സർവർത്തോ ഗുണഗണസമ്പന്നമനുപമം സർവകാലാനന്ദദാനോദയാമത്യത്ഭുതം സർവപാദബാലദാ ഗുൽമസങ്കുലസ്ഥലം സർവസൽപക്ഷീ മൃഗഭുജംഗ നിഷേവിതം രാഘവേനവ അവരജൻ തന്നോടും സീതയോടും ആഗതനായിട്ടെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോടു ചെന്ന് കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംഭൂജിച്ചരുളിനാനർഘ്യപാദ്യാദികളാൽ. ഭക്തിപൂണ്ട ശ്രുജലനേത്രനായി സകൽഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ, നിന്തിരുമടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ ബ്രഹ്മശങ്കരാമുഖ്യവന്ധ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു പോദം. തൊന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല തൊന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ. തൊന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ പലധന തൽപരൻ ഭവാൻ ദേവപാദപങ്ങളെ പോലെ വിശേഷ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജാഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം. നാനാരൂപങ്ങളായി ഈ കാണുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെയറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിതേ. അദ്യൈവ ഭവചരണാംഭുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മത്തബോ ബലവശാൽ തൊന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സമയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോ അഗോചരമായൊരു ഭവദ്രൂപം തൊന്മായ വിഡംബനരചിതം മാനുഷ്യകം മന്മത കോടി കോടി സുഭഗം കമനീയം കാരുണ്യപൂർണനേത്രം കാർമുകമാണധരം സ്മേരസുന്ദരാമുഖ ജിനാംബരാധരം സീതാസംയുധം സുമിത്രാംബജ നിഷേവിത പാദപങ്കജം നീലനീരതാകളേബരം കോമളാമതിശാന്തമനന്ത ഗുണാമഭി രാമനാത്മാ രാമമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷ മധ്യമമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിടും ഭക്ത്യാനാമം ഉച്ചരിക്കായിടണം മറ്റൊരു വരമപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്നിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവേന. രാമ 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 പാഹി മാം.